പ്രാർത്ഥന കഴിഞ്ഞ ദിവസം വേറോട് വന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനകളും ആശ്രയത്തോടും ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കേണ്ടതെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ മധ്യസ്ഥികളൊക്കെ കർത്താവിനെ സഹായിച്ച് ബലപ്പെടുത്തി നമ്മുടെ ഇപ്പോൾ ഒരു പ്രധാന ഉദ്ദേശം പ്രാർത്ഥനയാണല്ലോ. അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അനേക വിഷയങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവിനെ സഹായിച്ച് തുറന്നു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഇരിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് നമുക്ക് സമയങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയ സമയത്തിൽ വർദ്ധിക്കുകയാണ്. നമ്മുടെ നടുവിൽ ആയിരിക്കുന്ന കർത്താവിദാസൻ രാകേഷ് തക്കാമല സ്വദേശിയാണ്. നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടുള്ള കർത്താവിദാസൻ ചില ദിവസങ്ങളായി കേരളത്തിൽ കർത്താവിൻ്റെ വേലയോട് സഹായിക്കുന്നു. യാദൃച്ഛികമായിട്ടാണ് ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലേക്ക് പങ്കെടുന്നു. വളരെ ചെറുപ്പമായി തന്നെ പരിചയപ്പെടുത്തി ചുരുക്കിയ സമയങ്ങളിൽ ലഭിച്ച ഒരു ആലോചന പങ്കുവയ്ക്കും. പ്രാർത്ഥന നമുക്ക് ദിവസത്തിലായിരിക്കാം. പ്രൈസ് ലോർഡ്. ഈ 2025 വർഷം ജൂൺ മാസം 13 വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നിൽപ്പാൻ കർത്താവ് നൽകിയ ആയുസ്സുമാരിക കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഉപവാസപ്രാർത്ഥന കടന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൃത്യമായി ദൈവസഭ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മനിയോഗത്താൽ കർത്താവിൻ്റെ ആത്മാവ് ഏൽപ്പിച്ച കർത്തൃശുശ്രൂഷ ചെയ്യുവാൻ കർത്തദാസൻ എബിപാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന അവരെയും വന്ദനം ചെയ്യുന്നു. സ്തോത്രം. നിങ്ങളോടൊപ്പം അല്പസമയമായപ്പം കർത്താവ് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്ന ഈ ദേശത്തും ഈ സഭയിലും ആദ്യമായിട്ടാണ് വരുന്നത്. വഴിതെറ്റിയ വന്നത്. റാന്നിക്ക് 2 റൂട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോകേണ്ട ബസ്സിന് പകരം ഇങ്ങോട്ടുള്ള വഴിയാണ് കയറിയത്. കാരണം ആ പോകേണ്ട സഭയിലും ആദ്യമായിട്ട് അവർ പോകേണ്ട സഭയായിരുന്നു. സ്ഥലവും കാര്യമൊന്നും അറിയില്ലെങ്കിലും കർത്താവിൻ്റെ നിയോഗം ഇങ്ങോട്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ അല്പ സമയത്ത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വന്നുള്ളൂ. എന്നാലും ദേവദാസൻ എന്ന് അറിഞ്ഞപ്പോൾ പാസ്റ്റർ കാണിച്ച സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വല്ലാത്ത ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത്, പക്ഷേ അതിലുപരിയായി വല്ലാത്ത പെന്തക്കോസ്ത് ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത് എന്ന് ഉള്ള കാര്യങ്ങൾ നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്നു. അതെല്ലാം സംഭവിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ക്രിസ്തീയ CSI ഓർത്തഡോക്സ് പാർലമെൻറ്റിനാണ് ഞാൻ വിശ്വാസം ഞങ്ങൾ കുടുംബമായി വരുന്നത്. എൻ്റെ മമ്മിയും ഡാഡിയും കർത്തസനയിൽ ചേർക്കപ്പെട്ടു. ഞാനും ഒരു അനിയൻ മാത്രമേ ഉള്ളൂ. അനിയനും ഒരു കർത്താന വേലയിൽ രാജസ്ഥാൻ ഉദയ്പൂരിൽ ഒരു വലിയ ദൈവസഭയിൽ അവരവിടെ യൂത്ത് പാസ്റ്ററായിട്ട് അവർ കർത്താന വേല ചെയ്യുന്നു. സ്വന്തം കഴിഞ്ഞ 34 വർഷമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, സ്നാനപ്പെടുവാൻ, സ്വന്തം ആത്മാവിന് അഭിഷേകം പ്രാപിപ്പാൻ, വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ. എൻ്റെ 18-ാം വയസ്സിലാണ് ഞാൻ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. 19-ാം വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. 2 ഇടത്തും പോയെങ്കിലും നടന്നില്ല. സ്വന്തം അതെല്ലാം തടസ്സപ്പെട്ടു. ഒരു രോഗം പിടിപെട്ടു, സ്കിൻ അലർജി. ഇന്നും അത് പ്രയാസമുണ്ട്. 34 വർഷമായിട്ട് സൗഖ്യം പ്രാപിച്ചില്ല. പക്ഷെ പല തവണയായിട്ടും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. സ്വദേശം ആലുവയാണ്. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ തെക്കേമേല 1 വർഷമായിട്ട് 1.25 വർഷമായിട്ട് താമസിക്കുന്നു. സ്വന്തം ഞങ്ങൾ മക്കളില്ല. 23 വർഷമായി വിവാഹം കഴിച്ചിട്ടും അതും വിഷയമില്ല. സ്വർഗത്തിൽ പോയാൽ മതിയല്ലോ. മക്കളുണ്ടായാലും ഇല്ലെങ്കിലും വിഷയമില്ല. സ്വന്തം വണ്ടി ഉണ്ടായാലും കാറുണ്ടായാലും അല്ലെങ്കിൽ വീടുണ്ടായാലും ഇല്ലെങ്കിലുള്ള വിഷയം. വിശ്വസത്തോടെ കർത്താവിനെ സേവിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഒരു വേദഭാഗം എന്നെ പെട്ടെന്ന് സ്പർശിച്ചത്. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ രോഗാവസ്ഥയിൽ തന്നെയാണ് കേരളത്തിന് ആദ്യമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് വേലയ്ക്ക് വേണ്ടി പോകുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളാണ്. എൻ്റെ അമ്മനാട് കോഴിക്കോട്. അവിടേക്ക് പോയി പ്രവർത്തിച്ചത്. അന്ന് എൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് 6 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കുക അതുപോലെ അത്രയും വീർപ്പുണ്ടായിരുന്നു. അതേ വാര വെച്ചാണ് ജമ്മു കാശ്മീരിലെ സോപ്പൂർ, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആപ്പിൾ സിറ്റി എന്ന് പറയുന്ന ഇടം, എന്നാൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദനം ചെയ്യുന്ന ഒരിടമാണ് സോപ്പൂർ. അവിടെ വരെ പോകാനും അല്പം നാളുകൾ അവിടെ ഉണ്ടായപ്പം കർത്താവ് സഹായിച്ചോദ്യം ദൈവത്തെ സ്തുതിക്കുന്ന അങ്ങനെ വിവിധ ഭാഗങ്ങൾ കർത്താവ് വായിച്ചോദ്യം സ്വതം എല്ലാം ഈ രോഗാവസ്ഥയിലാണ്. പൊട്ടി അറിയുന്ന ശരീരം രോഗാവസ്ഥയിലായിരുന്നു. സ്വതം പല നാളുകൾ മാസങ്ങളോളം കിടക്കുന്ന അനുഭവങ്ങളും. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം ഞാൻ വീണ്ടും കിടപ്പായി. ആ ഒരു കുഞ്ഞിനെ എടുത്ത് കണ്ണുനീർ വന്നാൽ തുടയ്ക്കേണ്ട അനുഭവം. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും വേണം സഹായം. കല്യാണം വരെ എൻ്റെ അപ്പ സഹായിച്ചു. കല്യാണത്തിന് ശേഷം പിന്നെ ഭാര്യയാണ് എന്നെ കണ്ണുനീർ തുടച്ച് തരുന്നത്. അത്രക്കോളും പ്രയാസങ്ങളുണ്ടായി. പക്ഷെ അവിടെ എല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ലോകാവസാനത്തോളം ഞാൻ
നിന്നോട് കൂടെ ഉണ്ട് നർദ്ദിച്ചത് വാഗ്ദത്ത വചനം ഇന്ന് വരെ കർത്താവ് നിവർത്തിക്കുന്ന കൃപയ്ക്കായ സ്വന്തം പലപ്പോഴും ഞാൻ അവിശ്വസനായി തീർന്നിട്ടുണ്ട്. പക്ഷേ കർത്താവിനെ വിശ്വസിക്ക് മാറ്റം വന്നിട്ടില്ല. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സദൃശവാക്യങ്ങൾ 21 അധ്യായം 31 വാക്യം നമ്മൾ വായിക്കുന്നത്, കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശം ആയിരിക്കുന്നത്. ആരെങ്കിലും എടുത്താൽ വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വായിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയിക്കുന്നത് വാക്ക. ചമയം നമ്മൾ സാറ് ഉപയോഗിക്കാത്ത വാക്ക ചമയം. പക്ഷേ കഥകളിയും ഒക്കെ അങ്ങനെ നാട്യങ്ങളിൽ ചെന്ന ആൾക്കാർക്ക് അറിയാലോ, ഉപയോഗിക്കുന്ന വാക്കാണ് ചമയം. അവരെ ഡ്രസ് ചെയ്യുക, അവരെ ഡിസൈൻ ചെയ്യുക. എന്നാൽ അപ്പം അതിന് റൂം ഭംഗി വരുത്തുക, കണ്ടാൽ നല്ല ഭംഗിയായി തോന്നുക. ഇവനെയും അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വതല്ലിയ അതേ ഇവിടെ വചനം കുതിരയോട് അത് സമമാക്കി ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ആ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മളെ അങ്ങനെ ആകെ തീർത്തിരിക്കുക. കുതിര പക്ഷെ പോകുന്ന ഇങ്ങോട്ടാ യുദ്ധത്തിൽ പോകുന്ന ഒരു കുതിരയ്ക്ക് ചിലപ്പോൾ മരിക്കും. എല്ലാ കുതിരകളും ആരോഗ്യത്തിനും മടങ്ങി വരാറില്ല. ചിലർ മരിക്കും, ചിലർ അംഗവൈകല്യമുള്ളവരായി തിരിച്ചു വരും, ചിലർ പട്ടുപോകും. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം. പെന്തക്കോസ് ഞാൻ ഇപ്പൊ പറയില്ല, ക്രിസ്തീയ ജീവിതം. കാരണം പെന്തക്കോസുകാരല്ലാത്ത സാധാ ക്രിസ്ത്യാനികൾ, കത്തോലിക്കരായിക്കോട്ടെ, CSIക്കാരായിക്കോട്ടെ, മറ്റുള്ള പ്രെസ്ബിറ്ററിയൻ സഭകളായിക്കോട്ടെ, അവരെല്ലാം രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പെന്തക്കോസ് മാത്രം ഉള്ളൂ രക്തസാക്ഷി അല്ല. നമുക്ക് മുമ്പേ പ്രവർത്തിച്ചവരെല്ലാം വില്യം കേറി ബാപ്റ്റിസ്റ്റ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബാപ്റ്റിസ്റ്റ് അതേ മിഷണറി ആയിരുന്നു. ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു. അദ്ദേഹമാണ് സലാംപൂർ യൂണിവേഴ്സിറ്റി പോലും സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അതേ കാമനിമിത്തമല്ല, 3 ഭാര്യമാർ 2 പേര് മരിച്ചുപോയി. ആദ്യത്തെ ഭാര്യ ഡോർത്തി, ആ സഹോദരി ഭ്രാന്തിയായ ആ ഭാര്യയെ അതേ ഉപേക്ഷിക്കാതെ താൻ അവരെ വെച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതി പഠിപ്പിച്ചു, സുവിശേഷ വേല ചെയ്തു. ആ ഒരു പൈതൃകമാണ് നമുക്കുള്ളത്. നമ്മുടെ പാസ്റ്റർമാർ സഹിച്ചത് അത് പറയാൻ വേണ്ട. അത്രയും അതിലും ഘോരമായ കാര്യങ്ങളായിരുന്നു. സ്വന്തം വീടുകളിൽ നിന്ന് അത് ഇറക്കി വിട്ട അനുഭവങ്ങൾ, തള്ളിയെറിയുന്ന അനുഭവങ്ങൾ. പക്ഷെ അവിടെയെല്ലാം പിടിച്ചു നിന്നു. കാരണം നമ്മുടെ നായകൻ അവൻ കഷ്ടം സഹിച്ചതാ, മാത്രമല്ല കഷ്ടത്തെ ജയിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കുതിരയുടെ അനുഭവം അങ്ങനെയാണ്. കുതിര അതേ ചമയിക്കുന്നു, അവനെ ചമയിക്കുകയാണ്, നമ്മളെയും ചമയിച്ചിരിക്കുകയാണ്. സഭയിലാക്കി വെച്ചു, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി സ്തോത്രം, കൃപയും കൃപാവരം നൽകി, എല്ലാ നന്മകളും ഭൗതികമായ നന്മകൾ നൽകി. എന്തിനു വേണ്ടിയാ? ചമയിച്ച് ഈ യുദ്ധത്തിൽ പോകാൻ, ആത്മീയ യുദ്ധം. ഇന്ന് പകൽ നമ്മൾ അത് ചെയ്തല്ലോ. അത് ചില വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ പാസ്റ്റർ ഒരു ലിസ്റ്റ് അല്ലെ രോഗികളുടെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. സ്തോത്രം വേറൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അത് കാരണം ഞാൻ രോഗാവസ്ഥയിൽ അനുഭവിച്ചതാ. സ്തോത്രം. ഞാൻ മാത്രമല്ല, എന്നെ അമ്മ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് മമ്മി മരിക്കുന്നത്. 14 വർഷം ഗുളിക കഴിക്കാതെ PC അപ്പച്ചനും അതുപോലെ ഭാര്യ യോനാച്ചനും ഒക്കെ സാക്ഷ്യം നിമിത്തം ഞങ്ങളുടെ ദേശത്ത് വന്ന് സാക്ഷ്യം കേട്ട് അതേ എടുത്ത തീരുമാനമായിരുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിക്കില്ല എന്ന്. ഈ ബ്രസ്റ്റ് ക്യാൻസർ അറിയാലോ. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടവർക്കായി സ്തോത്രം. അല്ലെങ്കിൽ എന്താ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകിമാര് അവർ പോലും അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോലും ദൈവത്തിനാത്മാവ് വെളിപ്പെടുത്തിയില്ല. അതിന് ആഴം എന്താന്ന്, വേദന എന്താന്ന്. പലരും ദൂത് പറഞ്ഞ് ആൻറ്റി ഇനിയും ജീവിക്കും. നമ്മുടെ സൗദി സമാജിന് ഇന്ന് വേറെ പേര് പറയാം, പക്ഷേ ലേഡീസ് സൗദി സമാജിന്റെ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ നിൽക്കുന്ന ആൽവ സെന്ററിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പക്ഷെ 14 വർഷം മമ്മി പിടിച്ചു നിന്നു. ദൈവത്തിന് കൃപയാൽ അനേക ദേവദാസന്മാരെ പ്രാർത്ഥന, ദൈവകൃപ ഒന്ന് പ്രാർത്ഥനയാൽ. പ്രൈസ് ദി ലോർഡ്. മമ്മിയുടെ കഴിവല്ല, പക്ഷെ അനേക ദേവദാസന്മാരെ ദൈവമക്കളെ പ്രാർത്ഥനയാൽ പിടിച്ചു നിൽപ്പാൻ കർത്താവിന്റെ ആത്മാവ് സഹായിച്ചോട്ട്. ദൈവമക്കളെ ഹല്ലേലൂയ. അതേ സാധാ ജീവിതമല്ല. കാരണം വചനം പഠിപ്പിക്കുന്നു, അവനെ തകർത്തെറിയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ കുതിരയെ എന്ത് കണ്ടുകൊണ്ടാണ് ഓടുന്നത്? അവനെ ചമയിച്ചുകൊണ്ട്. അവന് ചിന്ത ഞാൻ നല്ലൊരു കാര്യത്തിലാണ് പോകുന്നത്, പക്ഷേ അവന് അതേ ട്രെയിനിങ് കൊടുക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. കാരണം ഇവന് യുദ്ധം അറിയില്ല, പക്ഷെ അവന് പരിശീലനമുണ്ട്. നമ്മളെ ഈ ലോകത്തില് അത് കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മീയമായ യുദ്ധത്തിന് വേണ്ടിയാണ് ദൈവസഭയിൽ ആക്കി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുതിരയുടെ വേറെ സവിശേഷത, അത് ഭാരം ചുമക്കുന്ന ഒരു കാര്യമാണ്, ഒരു മൃഗമാണ്. ഭാരം ചുമക്കുന്നു. നാമും ഭാരങ്ങൾ ചുമക്കുന്നു. ആരെ ഭാരം? എന്റെ ഭാരമല്ല, എന്റെ ക്യാൻസറോ എന്റെ മക്കളില്ലാത്ത വിഷയമല്ല ചുമക്കുന്നത്. പിന്നെയോ അല്ലെ എന്റെ ഭാരം മാറ്റി വെച്ച് തമ്മിൽ നിങ്ങൾ ഭാരങ്ങൾ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുയേശുവിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിപ്പിൻ. ഗലാത്യർ 6:2. സ്വന്തം. അപ്പൊ ഭാരം ചുമക്കുന്നത് എങ്ങനെയാ? എന്റെ വേദന മറന്ന്, കാരണം പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടുകൊണ്ട് ആത്മാവിന്റെ ശക്തിയാൽ അതേ കർത്താവ് ഓരോ തവണയും ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനാ വിഷയത്തിലും ഓരോ ദിവസവും ജീവിപ്പാൻ നടപ്പിൽ അത് ദൈവത്തിന് ആത്മാവ് അല്ലെ എന്നെ നിറയ്ക്കുന്നതുകൊണ്ട്, ശക്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് തമ്മിൽ ഭാരങ്ങൾ ചുമപ്പാൻ സാധിക്കുന്നു. സ്തോത്രം.
മൂന്നാമത്തെ ഒരു കാര്യം, ഈ മൃഗം ഒരിക്കലും പുറകോട്ട് പോകുന്ന മൃഗം, പൊതുവെ എല്ലാം അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ മൃഗം പുറകോട്ട് നടക്കാൻ അവനെ അറിയില്ല. പക്ഷെ അത് അഭ്യസിപ്പിക്കുമ്പോഴാണ് പുറകോട്ട് നടക്കുന്നത്. എന്നർത്ഥാൽ അവരുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കി പുറകോട്ട് പോകുന്ന ഒരു അനുഭവം, പിന്മാറ്റം ഇല്ലെന്ന്. സ്തോത്രം. നമ്മുടെ ജീവിതം പിന്മാറ്റം വരും, അത് സ്വാഭാവിക, കർത്താവിന് അറിയാം. പക്ഷെ അതിനുവേണ്ടി സഭയെ നമ്മളെ ആക്കി വെച്ചത്, കൂട്ടായ്മയെ ഉപേക്ഷിക്കാതെ, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ, അതിൽ വന്ന് അത് ജയം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം അതേ സമയം ഇല്ലെന്ന് പറഞ്ഞാലും ബാക്കി ലോകകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് വന്ന് അത് ആത്മശക്തി പ്രാപിപ്പാൻ, കൂട്ടായ്മയുടെ ശക്തി. ബാബു ജയംബാസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, അതേ കൂടെ നടക്കുന്ന ഒരു കർത്താവിന്റെ ശക്തി മാത്രമല്ല, കൂട്ടായ്മയുടെ ശക്തി നമ്മൾ അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ ദിവസം ആത്മാവിനെ പുതുക്കുന്ന ജീവിക്കുക എന്ന് പറയുന്ന വാക്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന നിസ്സാര കാര്യമല്ല. നമ്മളെ തടസ്സപ്പെടുത്തും. സ്തോത്രം. അല്ലെങ്കിൽ മക്കള് അതേ അയർലൻഡായാലോ US ആയാലോ അല്ലെങ്കിൽ ഗൾഫിലായോ എവിടെ ആയിക്കോട്ടെ, വിഷയമല്ല. പക്ഷെ ആ മക്കള് സ്വർഗത്തിൽ എത്തണം. കർത്താവ് നമ്മോട് ചോദിക്കാൻ പറഞ്ഞേ, നിന്റെ മകൻ എന്തേന്ന്, നിന്റെ മകൾ, ഞാൻ തന്ന ഇരട്ട മക്കൾ എവിടെ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ച പോലെ സ്തോത്രം, നാം നമ്മുടെ മക്കളെ വളർത്തുന്ന ഏതിലാണ്, സ്തോത്രം, അവർക്ക് നൽകുന്ന താല്പര്യങ്ങൾ ഏതിലാണ്. ഇന്നലെയും IPCയിൽ അത് അട്ടപ്പാട് സന്ധിയിലെ പാസ്റ്റർമാരെ ഒരു കൂട്ടായ്മ ബൈബിൾ ക്ലാസ്സിൽ ദുബായിൽ നിന്ന് ഒരു തോമസ് പാസ്റ്റർ ക്ലാസ് എടുക്കുന്നത്, അത് കർത്താരദാസന് ശക്തമായി പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി, അത് നല്ല പഠിപ്പിന് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടി, നല്ല വീടില്ലാത്തവർക്ക് വീടിന് വേണ്ടി ഒക്കെ ചിന്തിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി അവരെ താല്പര്യപ്പെടുത്തി അവരെ അതേ വളർത്തി വിടുമ്പോൾ ആത്മീയത എവിടെ നിൽക്കുന്നു? സ്വത്രം. ആത്മാവിടെ എരിവ് ഉള്ളവരാണോ? അതേ PIBക്ക് അവർ ഫസ്റ്റാ, സൺഡേ സ്കൂളിൽ ഫസ്റ്റാ. പക്ഷെ എത്രയോ കുഞ്ഞുങ്ങൾ അതൊക്കെ ഫസ്റ്റ് ആയിട്ടും പിന്മാറിപ്പോയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ കുതിര പിന്മാറി പോകാതെ അവനൊരു ദൗത്യം ഉണ്ടെന്ന് അറിയാം. സ്തോത്രം. അതേ അവനെ ചമയിച്ചിരിക്കുന്ന എന്തിനാണ്? യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും വിഷയമല്ല, നമുക്ക് മരണമുണ്ട് ഉറപ്പ്. നിങ്ങൾ കർത്താവിന് മുമ്പ് വരണം. സ്തോത്രം. ആ പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം ചെയ്യും. പക്ഷെ നമുക്കൊരു മരണം ഉണ്ട്. അത് എങ്ങനെ സംഭവിച്ചാലും ഹല്ലേലൂയ, അതിനു മുമ്പേ എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് ദൈവസഭയെ അത് നോക്കാൻ വേണ്ടിയാണോ, ദൈവസഭയ്ക്ക് ഇടുനിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാൻ വേണ്ടി ആകുന്നു. സ്തോത്രം. അതേ പിന്മാറിപ്പോർക്ക് വേണ്ടി ഇടുനിൽക്കാൻ വേണ്ടിയാണ് എന്നെ ഏൽപ്പിച്ചത്. നമ്മൾ പലപ്പോഴും പിന്മാറ്റക്കാരെ തള്ളിവിടുക. എല്ലാ ദൈവമക്കളെ അവരെ ചേർത്ത് കൊള്ളുവാൻ 10 വർഷമായി 50 വർഷം എത്ര ആയാലും കൂട്ടി വരുത്തുവാൻ, കൂട്ടിച്ചേർക്കുവാൻ കർത്താവിന് സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ കുതിര സ്തോത്രം, അവന് മാത്രമല്ല, അവന് ഏറ്റവും വലിയ ഒരു ചിന്തയുണ്ട്. അവന് നായകനുണ്ട്, മേലുണ്ട്, ഇരിപ്പുണ്ട്. ഒരു നായകൻ, ഒരു ആളുകളുടെ കുതിര, ആ റൈഡറുണ്ട്. സ്തോത്രം. അവൻ മേളിൽ ഇരുന്നാണ് അവനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യം അറിയാം, ഞാൻ ജയിക്കും. ജയിച്ചാലും ജയിച്ചവൻ നമ്മുടെ അത് ലോകപ്രകടമായ മനുഷ്യരല്ല നമ്മൾ നയിക്കുന്നത്, നേതാക്കന്മാരല്ല. പിന്നെയോ രാജാതിരാജാവും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നിയന്ത്രിക്കുന്നു. അതോടെ സ്തോത്രം ചെയ്യുന്ന ആ കർത്താവ് മരണത്തെ, ശാപത്തെ, രോഗങ്ങളെ ജയിച്ചവനായതുകൊണ്ട് ആ കർത്താവിന്റെ കൂടെ എന്നെ നയിക്കുന്നുണ്ട്. എനിക്ക് ഭയം, ലവലേശം വേണ്ട. സ്തോത്രം. കർത്താനാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തി എന്നെ ശക്തീകരിക്കട്ടെ. ദൈവസഭ അങ്ങനെയാണ് പോകുന്നു എന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എങ്കിലും അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു പ്രബോധം തന്നുള്ളൂ. ക്ഷീണിച്ചു പോകേണ്ട പലതും കണ്ട് നമ്മൾ ക്ഷീണിക്കാറുണ്ട്. അത് സംഭവിക്കും. പക്ഷെ ക്ഷീണിക്കാതെ അത് എഴുന്നേറ്റ് ഞങ്ങൾ പണിയും. എഴുന്നേറ്റ് ഞങ്ങൾ പണിയും. എഴുന്നേറ്റ് ഞങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യും. ശരീരത്തിലല്ല, ആത്മാവിൽ ഞങ്ങൾ യുദ്ധം ചെയ്യും. അതേ എഴുന്നേറ്റ് ഞങ്ങൾ ഈ ദേശത്തെ നേടിയെടുക്കും. സ്തോത്രം. ഇവിടെയുള്ള ജീവിതങ്ങളെ ഞങ്ങൾ നേടിയെടുക്കും. സ്തോത്രം. ഈ ജാതികളെ പൊതുവെ നമ്മൾ പറയുന്നത്, അവർ ജാതിയല്ല. നമ്മൾ ജാതി എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തക്കാരെ ജാതിയായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് അവർ ശത്രുവായിട്ടാണ് തോന്നുന്നത്. അല്ലേ? അല്ലെന്നല്ല, ആണ്. ജാതിയല്ല, ജാതി ആയിക്കോട്ടെ, ശരിയാ, നമ്മളും ആയിരുന്നു. പക്ഷെ അവർ ജാതികളല്ല. ജാതികൾ പറയുന്നുണ്ട്, പറഞ്ഞ് നമുക്ക് ഇപ്പോൾ അവരെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവരോട് ഒരു എതിർപ്പാ, ചിലർക്ക് വെറുപ്പാ. പള്ളിക്കാർ മാത്രം മതി എന്ന് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സഭകളുണ്ട്. ഹൈന്ദവർ മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. എല്ലാവരും എൻ്റെ പ്രാർത്ഥനാലയം സ്തോത്രം ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നമുക്ക് വേണ്ടിയല്ല ശരിക്കും പ്രാർത്ഥനാലയം. അവർ വരണം, വന്നേ മതിയാവുള്ളൂ.
സ്തോത്രം. അതിനുവേണ്ടി അധ്വാനിപ്പാൻ കർത്താത്മാ സഹായിക്കട്ടെ. സ്തോത്രം. അത് കർത്തദാസനെ ഏൽപ്പിച്ച അത് ശുശ്രൂഷ ലൂക്കോസ് 1:17 പറയുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം. ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനുള്ള ശുശ്രൂഷയാണ് അതേ യോഹന്നാന് നൽകിയത്, സ്നാപകൻ നൽകിയത് എന്ന് പറയുന്ന പോലെ ഒരുക്കമുള്ള ജനമാണ് അത് ദൈവസഭ. പക്ഷെ ഒന്നും കൂടെ നമ്മൾ ഒരുക്കുകയാണ്. കല്യാണത്തിന് പോകുന്ന പോലെ കല്യാണം കഴിച്ചിട്ടാണല്ലോ അധികവും അറിയാലോ. സ്തോത്രം. അന്ന് കോട്ടും സൂട്ടും തയ്യൊക്കെ ഇട്ട് ഒക്കെ ഞാൻ തന്നെ സ്വയമായിട്ട് അതേ ഞാൻ ഡ്രസ്സ് ചെയ്തു. പക്ഷെ എന്നിട്ടും വന്ന് എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ വന്നിട്ട് ഒന്ന് മുറുകെ പിടിക്കും. റോസ് ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. റോസ് ഉണ്ടെങ്കിൽ അത് നേരെ ആക്കും. റോസിന് തണ്ടേ. സ്തോത്രം. പെണ്ണുങ്ങളാണെങ്കിൽ ആ ഇത് ചെയ്യും. അപ്പൊ ഒരുക്കം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവർ വന്ന് എന്നെ ഒന്ന് സഹായിക്കും. ആ വേലയാണ് കർത്തദാസന്മാരെ ഏൽപ്പിക്കുക. ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ, ആരോഗ്യമുള്ളവർ, അവർ ആത്മാവ് ശക്തിയുള്ളവർ, അതല്ലെങ്കിൽ അവരെല്ലാം ബലപ്പെടുത്തുവാൻ, ക്ഷീണിച്ചിരിക്കുന്ന താങ്ങുന്ന അനുഭവം ആണല്ലോ ദൈവസഭ കർത്താവ് ഏൽപ്പിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസഭയെ, ദൈവദാസൻ കുടുംബത്തെയും ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ശാരീരികമായി ഈ ദേശത്തെ അത് നേടിയെടുപ്പാൻ കർത്താത്മാവ് ശക്തിയുടെ സഹായിക്കേണ്ട സമയം നൽകിയ ദൈവദാസൻ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കണം.